ഹലോ ഫ്രണ്ട്സ്, ആശാൻസ് ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഈ സംസാരിക്കുന്ന സമയത്ത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാചകം ഉണ്ടാക്കുമ്പോൾ ഇപ്പം അവൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഈ സെന്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ലെസൺസിലും പറയാറുണ്ട്, ഇംഗ്ലീഷിലൊരു സെന്റൻസിൽ ആദ്യം സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞാൽ വെർബ് വരും. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഈസ് എന്ന ഓക്സിലറി വെർബ്, അതായത് സഹായിക ക്രിയ, അതിനുശേഷം അതിൻ്റെ മെയിൻ വെർബ്. അതെന്താണോ? അപ്പം ഷീസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്നുള്ളതാണെങ്കിൽ ഷീസ് റൈറ്റ് എന്നുള്ളതിൻ്റെ റൈറ്റിംഗ്. ദേ ആർ പ്ലേയിങ് എന്നുള്ളതാണെങ്കിൽ ആ പ്ലേയുടെ പ്ലേയിങ്, ദേ ആർ പ്ലേയിങ്, ഈസ് പ്ലേയിങ്, ആർ പ്ലേയിങ്. അപ്പം ഇങ്ങനെ തന്നെ വെർബ് എടുത്ത് വെച്ച് ഒന്ന് പഠിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഫുൾ സെന്റൻസിലേക്ക് പോകുന്നതിന് പകരം ഈസ് റീഡിങ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈസ് റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആർ പ്ലേയിങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആർ ഗോയിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സബ്ജക്റ്റിലേക്ക് അത് ഒരു സബ്ജക്റ്റ് വെർബ് ഓർഡറിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് വരുന്നു, സെന്റൻസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമുക്കിനി അതിൻ്റെ എക്സാമ്പിൾ ഓരോ ഇവിടെ ഈ സിംഗുലർ പ്ലൂറൽ ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം സിംഗുലറിൻ്റെ പറയാം. സിംഗുലറിൽ എല്ലാ ക്ലാസ്സിലും ഓരോ പഠിത്താറുണ്ട്. ഹി, ഷീ, ഇറ്റ് ആൻഡ് സിംഗുലർ ആയിട്ടുള്ള ഏതും, അതൊരു വ്യക്തിയുടെ പേരാവാം. അപ്പം ആ സെന്റൻസുകൾ എങ്ങനെ വരും, അതായത് 4 ബേസിക്. ഈ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെന്റൻസിന്റെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഭാഷ വളർത്തിയെടുക്കുന്നതിന് അതിൻ്റെ പോസിറ്റീവ് ഫോം, നെഗറ്റീവ് ഫോം, ഇൻട്രോഗേറ്റീവ് ഫോമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ അതിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കായിരിക്കും. ആ ചോദ്യം ചോദിക്കൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവാം, WH ക്വസ്റ്റ്യൻ ആവാം. ഇറ്റ് ഡിപ്പെൻഡ്സ്. നമുക്കത് പറയാൻ പറ്റില്ല നമ്മൾ ഏത് സന്ദർഭത്തിലേക്കാണ്, പക്ഷെ നമ്മളിതെല്ലാം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ഒന്ന് മനസ്സിൽ പതിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ പഠിച്ചു പോകുന്നതിനോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും ഇംഗ്ലീഷിൽ കേൾക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കണം. വായിക്കുമ്പോഴാണ് നിങ്ങൾ ഈ എക്സാമ്പിൾസ് തരുന്ന പോലത്തെ സെന്റൻസുകൾ ആ വായനയിൽ വരും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയാമെന്നുണ്ടെങ്കിൽ അത് ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ ഡിക്ഷണറിന്റെ മീനിങ് കണ്ടുപിടിക്കുക. ആ ഡിക്ഷണറി മീനിങ് ഇത് ഈ സെന്റൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ഫോമിൽ ING ഫോം ആണെന്നുണ്ടെങ്കിൽ ING ഫോമിലേക്ക് കൊണ്ടുവന്ന് അതിന് ഫിറ്റ് ചെയ്യാം. അപ്പം ലെറ്റ്സ് ടേക്ക് സിംഗുലർ സബ്ജക്റ്റ്. ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. അവൾ ഒരു സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് നോട്ട് റൈറ്റിംഗ് എ സ്റ്റോറി. അവൾ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയല്ല. ഈസ് ഷീ റൈറ്റിംഗ് എ സ്റ്റോറി. അവൾ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണോ? വാട്ട് ഈസ് ഷീ റൈറ്റിംഗ്? അവൾ എന്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്? ഇതാണ് സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ വരുന്നത്. ഇനി പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നു? ദേ ആർ ബിൽഡിംഗ് എ ഹൗസ്. അവരൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് ബിൽഡിംഗ് എ ഹൗസ്. അവർ വീട് പണിതുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? അങ്ങനെ പറയുമെന്നല്ല, അത് മറ്റെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ബിൽഡിംഗ് എ ബ്രിഡ്ജ്. വീട് പണിയല്ല, ഒരു ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ നെഗറ്റീവ് വരിക. ആർ ദേ ബിൽഡിംഗ് എ ഹൗസ്? അവർ വീട് പണിയുകയാണോ? വാട്ട് ആർ ദേ ബിൽഡിംഗ്? അവർ എന്ത് പണിതുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ ഈ 4 സെന്റൻസ് സിംഗുലറിൻ്റെയും 4 സെന്റൻസ് പ്ലൂറലിൻ്റെയും നിങ്ങൾ ഒന്ന് ആവർത്തിച്ച് വായിച്ച് ഇത് സ്ട്രക്ചറിൽ തന്നെ നിങ്ങളും സെന്റൻസ് സബ്ജക്റ്റ് സിംഗുലർ എടുത്ത് സിംഗുലറിന് പറ്റിയ വെർബ്, സബ്ജക്റ്റ് പ്ലൂറൽ എടുത്ത് പ്ലൂറലിന് പറ്റിയ വെർബ്, ഈ വെർബ് വെച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അർത്ഥം ഒന്നുകൂടെ പറയാം. ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എഴുതുകയാണ് എന്ന് നമ്മൾ പ്രാദേശിക ഭാഷയിൽ അവൾ എഴുതുക, എന്തെടുക്കുക, അവൾ എഴുതുക. പക്ഷെ അത് ഒരു പുസ്തക ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയമോ നിർദ്ദേശമോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് കടക്കാം. എക്സാമ്പിൾസ്: അവൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് റീഡിംഗ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? വാട്ട് ആർ യു ഡൂയിങ്? ഞാൻ വായിക്കുകയല്ല, ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം നോട്ട് റീഡിംഗ്, ഐ ആം ഡൂയിങ് ഹോംവർക്ക്. അവർ പാചകം ചെയ്യുകയാണോ? ആർ ദേ കുക്കിംഗ്? ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ യൂസേജ് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അത് അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിറ്റുവേഷൻ, അതായത് ചില ടെൻസ് വേരിയസ് സിറ്റുവേഷൻസിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ബേസിക് ആണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ബേസിക് മുതൽ ഇന്റർമീഡിയറ്റ് നിന്ന് പിന്നെ അഡ്വാൻസിലേക്ക്, അങ്ങനെ ഓരോ ലെസണും ചെയ്തിട്ട് പിന്നെ ഇതിന്റെ അടുത്ത ഭാഗം ഉൾപ്പെടുത്തി വരും. ഇപ്പൊ തന്നെ കയറിയിട്ട് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് 3-4 സിറ്റുവേഷനിൽ പ്രയോഗിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാൻ ഇപ്പം അതിന്റെ ബേസിക്, അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻ ആണ് ഒരു ആക്ഷൻ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിന് വേണ്ടിയാണ് പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ പ്രയോഗിക്കുന്നത്. അത് പ്രയോഗിക്കുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് പ്ലസ് വെർബിന്റെ ING ഫോം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ പ്ലസ് വെർബിന്റെ ING ഫോം. ഇനി ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടി നിങ്ങളിതൊന്ന് ആവർത്തിക്കണം. ഈ പറയുന്നത് ഒന്ന് കേട്ട് ഒരു 3-4 പ്രാവശ്യം നമ്മൾ അടുപ്പിച്ച് കാണുമ്പോഴാണ് ഇത്. പിന്നെ വേറൊരു ടെക്നിക്ക്, നിങ്ങൾ ഈ പഠിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി പറയണം. അവർ ഇതൊന്ന് കാണട്ടെ, എന്നിട്ടൊരു ചർച്ചയാകണം. അപ്പം നമ്മൾ ഒരു സംഗതി ശരിക്കും പഠിച്ചു എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. നമുക്കത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളത് പഠിച്ചു എന്ന് പറയുന്നത്. അപ്പോഴും ചോദിക്കുന്നത്, ഇങ്ങനെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? ഇംഗ്ലീഷ് സംസാരിക്കാനല്ലേ പഠിക്കേണ്ടത്? ഓഫ്കോഴ്സ് ഇറ്റ്സ് എ പ്രിപ്പറേഷൻ. നിങ്ങളെ അതിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ ബേസിക് ഇപ്പം നമ്മൾ ഭാഷ പഠിച്ചു വന്നപ്പം എങ്ങനെയായിരുന്നു? ആ ആ ഈ എൽ എഴുതും, അല്ല എല്ലാ അക്ഷരവും ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ. ഖ ഖ ഗ ഖ ഇത് നമ്മൾ എഴുതി വന്നു. പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഒക്കെ എഴുതി പഠിച്ചു വന്നതല്ലേ. അപ്പം അതുപോലെ പ്രിപ്പയർ ചെയ്തവരാണ്. ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷനാണ്, അല്ല ജസ്റ്റ് എന്തെങ്കിലും ഇംഗ്ലീഷ് പറയിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. അപ്പം പിന്നെ വേറൊന്ന്, നിങ്ങൾക്ക് കേൾക്കുന്നതിന് വേണ്ടി ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും ഓഡിയോ ബുക്സ്. അപ്പോൾ ഓഡിയോ ബുക്സിൽ 3 നിലവാരത്തിലുണ്ട്. ഒന്ന് ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്. ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള ഓഡിയോ ബുക്സ് എടുക്കണം. അപ്പോൾ അതിങ്ങനെ സ്റ്റോറി വായിക്കുകയും അതിൻ്റെ സബ് ടൈറ്റിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ കേട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷായിട്ട്, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അത് ഒരുപാട് ചെയ്യേണ്ട, ഒരു അരമണിക്കൂർ മിനിമം എവറിഡേ. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, 21 ദിവസം നമ്മൾ ഒരു ശബ്ദം പിടിച്ച് 21 ദിവസവും ഒരു കൃത്യസമയത്ത് നമ്മൾ ഇത് പ്രാക്ടീസിന് വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ഇത് നമ്മുടെ ഹാബിറ്റായി മാറും. ഒരിക്കൽ നമ്മുടെ ഹാബിറ്റായി കഴിഞ്ഞാൽ ഇതൊരു നല്ല ഹാബിറ്റാണ്. ആൻഡ് ദിസ് വിൽ ടേക്ക് യു ടു ദ സക്സസ്. അതിന് യാതൊരു സംശയമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഒപ്പം പറഞ്ഞതനുസരിച്ച് ചെയ്യുകയും കൂടി വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ഗുഡ് ബൈ.